ശ്രീ ശശീന്ദ്രൻ, ഇന്നിപ്പോൾ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്നൊരു ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭായോഗം അതുപോലെ തന്നെ സ്പോൺസർമാരുമായി അതായത് സന്നദ്ധരായി വന്ന വീട് വെച്ച് നൽകാനൊക്കെ ആ കാലത്ത് മുതൽ ഇങ്ങോട്ട് സന്നദ്ധത അറിയിച്ച ആളുകളെയൊക്കെ സർക്കാർ ക്ഷണിച്ച് അവരുമായിട്ടൊക്കെ മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചിട്ടൊക്കെയാണ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയത്. അതാണ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ നമ്മളുടെയൊക്കെ അടുത്തേക്ക് സർക്കാർ എന്താണ് ഇതിൽ തീരുമാനിച്ചിരിക്കുന്നത്, എങ്ങനെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ഫ്രെയിം വർക്ക് നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ശ്രീ ശശീന്ദ്രൻ, വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിലെ ആ ദുരന്ത ബാധിതരുടെ ഭാവി ജീവിതത്തെ ഏറ്റവും ശരിയായ നിലയ്ക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള എന്നാൽ ഏറ്റവും ഗുണപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതിൻ്റെ എത്രയെത്ര അനുഭവങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് വ്യക്തിപരമായി തോന്നിയത്? അതിന് ആ നാടിന് ആ മനുഷ്യർക്ക് ആവശ്യമായതെല്ലാം ഉൾക്കൊള്ളാൻ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിനും ആലോചനയ്ക്കും കഴിഞ്ഞിട്ടുണ്ടോ? അതിവേഗത്തിൽ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകുമെന്നാണ് സർക്കാർ പറയുന്നത്. അതിൻ്റെ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിലെ അന്തിമ പട്ടിക ഈ മാസം തന്നെ തയ്യാറാക്കപ്പെടും എന്നും മന്ത്രി പറയുന്നുണ്ട്, സർക്കാർ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുമുണ്ട്. ശ്രീ ശശീന്ദ്രൻ, എന്താണ് അഭിപ്രായം? തീർച്ചയായും വലിയ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും പ്രകടമാക്കുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ മന്ത്രി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ വെളിപ്പെടുത്തുന്നതാണ്. വലിയ ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. വലിയ ആരോപണങ്ങൾ എന്ന രീതിയിലേക്കായിരുന്നു പ്രതിപക്ഷവും അതുപോലെ മറ്റ് ചില ആളുകളുമെല്ലാം ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അപ്പോഴെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ദുരന്തബാധിതർ ഒറ്റപ്പെട്ടു പോകില്ല, അവരുടെ കൂടെ നാടുണ്ട്, സർക്കാർ അവരോടൊപ്പമുണ്ട്, അവരാരെയും ഒറ്റപ്പെടുത്തില്ല, അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സമാനതകളില്ലാത്ത ദുരന്തത്തിന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തിയത് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. എന്താ താമസം ഉണ്ടായത്? 2 തടസ്സങ്ങളാണ് നമുക്ക് നേരെ ഉയർന്നു വന്നിരുന്നത്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ വിവേചനം കൊണ്ട് ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാൻ എന്തെല്ലാം കഴിയുമോ, എത്ര നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ ആ പരിശ്രമമായിരുന്നു. നിർഭാഗ്യവശാൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ജൈവികമായ ആരോഗ്യപരമായൊരു ബന്ധം, രാഷ്ട്രീയമൊക്കെ വേറെ ആയിരിക്കാം, പക്ഷേ മനുഷ്യർ എന്ന നിലക്ക് ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്ന ചിന്ത നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടതിന് ഫലമായിട്ടാണ് 154ാമത്തെ ദിവസം അതിതീവ്ര ദുരന്തമായി അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു തടസ്സം എന്താണ് ഉണ്ടായിരുന്നത്? ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. 2 എസ്റ്റേറ്റ് ഉടമകൾ, ഹാരിസൺ മലയാളം കമ്പനിയും എൽസ്റ്റണും. അതിൽ ഹാരിസൺ മലയാളം കമ്പനിയുടെ തൊഴിലാളികൾ എത്രയോ പേരോ മരിച്ചുപോയി, അവരുടെ ലയങ്ങൾ എത്രയോ ഒലിച്ചുപോയി. ദുരന്തമുണ്ടായതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഹാരിസൺ മലയാളം കമ്പനി ഈ ദുരന്തബാധിതരോട് കാണിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ എൻ്റെ മറ്റ് വിശദാംശങ്ങൾ കടക്കുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് അധീനതയിലുള്ള 72,000 ഏക്കർ ഭൂമി കൈവശം വെക്കുന്നവരാണ് HML കമ്പനി. നിയമപ്രകാരം അത് കേരളത്തിൻ്റെ ഭൂമിയാണ്, സർക്കാരിൻ്റെ ഭൂമിയാണ്. ഒരു സുപ്രീം കോടതി വിധി പ്രകാരം സിവിൽ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാങ്കേതികത്വം മാത്രമാണ്. ഇത്ര ഏക്കർ ഭൂമിയുള്ള ഒരു മാനേജ്മെൻറ്റ്, അവരുടെ തന്നെ തൊഴിലാളികൾ മരിച്ചുപോയി, ലയങ്ങൾ മരിച്ചുപോയി. അവിടെ സൗജന്യമായി കൊടുക്കാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. അത് അവരുടെ ഇഷ്ടം, ഒരിക്കലും നമ്മൾ പറയുന്നേ ഇല്ല. മനുഷ്യത്വപരമായി അങ്ങനെ ചിന്തിച്ചാൽ എല്ലാവരും അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. അതൊരു അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും കരുതുകയും വേണ്ട. ഇപ്പോൾ ഹൈക്കോടതി ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാം. ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ സിവിൽ കോടതി വിധി അനുസരിച്ച് സർക്കാരിൻ്റെ സ്വത്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാര തുക തിരിച്ചു നൽകണമെന്ന് ബോണ്ട് കൊടുക്കണം അവർ. അപ്പോൾ ഇത്ര എന്തിനാണ് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് അവരാലോചിക്കണം. അത് മോശമായി പോയില്ല. യഥാർത്ഥത്തിൽ ദുരന്തബാധിതരോടും കേരളത്തിലെ ജനലക്ഷങ്ങളോടും മാപ്പ് പറയാനുള്ള ബാധ്യത HML കമ്പനിക്കുണ്ട്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നേയില്ല, അത് വേറൊരു വിഷയമാണ്, അതുകൊണ്ട് കടക്കുന്നേയില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലോകോത്തര മാതൃകയിലുള്ള സർവതല സ്പർശിയായ ഒരു പുനരധിവാസ പദ്ധതിയാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയും നാളെ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ അവർക്ക് മാതൃകയായി കാണാൻ കഴിയാവുന്ന രീതിയിൽ സർവതല സ്പർശിയായ ഒരു വീട് കൊടുക്കൽ മാത്രമല്ല, 5 സെൻറ്റ് ഭൂമിയും, മുനിസിപ്പാലിറ്റിയിൽ 5 സെൻറ്റും പഞ്ചായത്തിൽ 10 സെൻറ്റും, അതല്ല ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു പുതിയ ജീവിതം തന്നെയാണ്. ആ ജീവിതത്തിൽ അവർക്ക് വരുമാനമുണ്ടാകണം, അവർക്ക് കളിക്കാനുള്ള, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവണം, അംഗൻവാടി വേണം, ആരോഗ്യമേഖല ശ്രദ്ധിക്കാൻ സ്ഥലം വേണം, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ വേണം, അതുപോലെ തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം, മാർക്കറ്റ് വേണം, വിനോദ സൗകര്യങ്ങൾ വേണം.
ഇങ്ങനെ ആരാ ചിന്തിച്ചിരിക്കുന്നത്? അതാണ് വിഷയം. ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് നല്ല ആത്മവിശ്വാസം പകരുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം. ശരി. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യപടി എന്ന നിലക്കാണ് ഈ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശരി, ഞാൻ താങ്കളിലേക്ക് കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട് നേരത്തെ മിനിസ്റ്റർ പറയുന്നത് എന്താണ് ശ്രീ ശശീന്ദ്രൻ? പൂർത്തിയാക്കിക്കോളൂ. കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും ഒരു നയാ പൈസ നമുക്ക് തരുന്നില്ലല്ലോ. ഓക്കെ. തമിഴ്നാട്ടിന് 944 കോടി രൂപ കൊടുത്തത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ് കൊടുത്തതിനൊക്കെ സന്തോഷം. എന്താ കേരളത്തോട് തരാതിരിക്കുന്നത്? നേരത്തെ മിനിസ്റ്ററോട് പറഞ്ഞല്ലോ, റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ പ്രകാരം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നമുക്ക് കാശ് തരാൻ, ആ കാശിൻ്റെ ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് സൗജന്യമൊന്നുമല്ല. അത് ചോദിക്കുന്നത് എന്തോ ഒരു മോശം വിചാരിക്കേണ്ട. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. കേരളത്തിന് അവകാശപ്പെട്ടതാണ്. കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും അവകാശപ്പെട്ടതാണ്. ആ തുക തരാതിരിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തരേണ്ടി വരും. തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ അവരുടെ ഭരണപരമായ രാഷ്ട്രീയ വിഭജനം കൊണ്ട് കഴിയുമെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ തരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വിചാരിക്കേണ്ട. അങ്ങനെ അതിനുള്ള സമ്മർദ്ദം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തും. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഗവൺമെൻറ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രിനെ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗം, BJP ഒഴിച്ച് ബാക്കി എല്ലാ എം പിമാരും ആ യോഗത്തിൽ പങ്കെടുത്ത് സഹായിക്കുന്ന നിലപാടുണ്ടായല്ലോ. അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായിട്ട് വേണ്ടത്ര ഉയർന്നു വന്നില്ലെങ്കിലും അല്ലെങ്കിൽ ചില കാര്യങ്ങളിലെല്ലാം ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ഈ കാര്യത്തിൽ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അത് നാടിൻ്റെ ആവശ്യമല്ലേ. ആ ആവശ്യത്തോട് കേരളത്തിലെ ഗവൺമെൻറ് എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്.